ഹായ്. എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. ഓക്കെ, കൊച്ചിയിൽ നിന്നാണ്. ഞാൻ ഫുൾ എന്റർടൈനർ ആയിരിക്കും. എന്റർടൈൻമെന്റ് ഇതാണ് എന്റെ ഉദ്ദേശം. ബിഗ് ബോസിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും, അതെനിക്ക് 100% ഉറപ്പാണ്. ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലേ? ഒരു മരപ്പാവെപ്പോലെ അങ്ങ് ഇരിക്കാടി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. കണ്ടില്ലേ എന്നെ പോലെ? ഇങ്ങോട്ട് വന്നേ. ചിലപ്പോ നല്ല കാര്യങ്ങൾ പറയുമെങ്കിലും ചിലപ്പോ പൊട്ടക്കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതായാലും 46 ദിവസം കഴിയുമ്പോൾ നീ പോകേണ്ടതല്ലേ? ഇന്ന് സ്പെഷ്യൽ ടീമിന് ക്യാപ്റ്റൻ ആക്കിയത് ഞാൻ ഒരു കാരണവശാലും 6 പ്ലേറ്റ്സ് കഴുകി വെക്കുന്നതായിരിക്കത്തില്ല. അവരവർക്ക് വേണമെങ്കിൽ അവരവരുടെ പ്ലേറ്റുകൾ കഴുകി വെച്ചാൽ അത് അവിടെ ഇരിക്കും. പിന്നെ എന്നോട് കണാകുണാന്ന് പറഞ്ഞോണ്ടൊന്നും വന്നേക്കരുത്. അപ്പൊ ഞാൻ ആരുടെയും പ്ലേറ്റ് കഴുകാൻ പോകുന്നില്ല. ഞാൻ ആരാ? വല്ല വീട്ടിലെ അമ്മായിയോ അല്ലെങ്കിൽ ഏട്ടത്തിയോ അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരിയൊന്നുമല്ല എല്ലാവരുടെയും പാത്രം കഴുകി വെക്കാൻ. ഇറ്റ്സ് നോട്ട് ഫെയർ ബിഗ് ബോസ്, ഇറ്റ്സ് നോട്ട് ഫെയർ. അയ്യോ ലാലേട്ടാ, അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് കണ്ടപ്പോ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. എല്ലാരും എന്നെ കള്ളത്തരം കാണിച്ചു, കള്ളന് വിളിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കള്ളനില്ല. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ. ഇതില് 2 പേരിൽ ഒരാളെ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണുള്ളൂ. ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഇതോ, വാ നമുക്ക് കഴിക്കാം. വാ. അപ്പൊ നമ്മൾ 2 പേര് കള്ളന്മാരായേ. ഇപ്പൊ എന്തിനാ എന്നെ നോക്കുന്നത്? ഇവിടെ ആരും ഇല്ലെന്ന് കണ്ടപ്പോ ഒറ്റ ക്യാമറ വന്ന് എന്നെ നോക്കുക. അല്ലെങ്കിൽ എല്ലാരും ഉള്ളപ്പോ എന്നെ വേണ്ട. എനിക്ക് എന്റെ ഡ്രസ്സ് തിരിച്ചു കിട്ടണം, അല്ലാതെ ഒന്നും നടക്കില്ല ബിഗ് ബോസ്. ബിഗ് ബോസ്, ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വെക്കുക. എനിക്ക് എന്റെ ഡ്രസ്സ് തിരിച്ചു തരണേ. യെസ് ബിഗ് ബോസ്. സോറി ലാലേട്ടാ. ഇതോ, ഇത് സ്റ്റൈലാ ലാലേട്ടാ. ഇതാ ലാലേട്ടിന് ഇഷ്ടമായോ? അപ്പോൾ ഞാനാണ് ഇന്നു മുതൽ ഇവിടുത്തെ രാജാവ്. എല്ലാവരും എന്നെ അനുസരിച്ചിരിക്കണം. ഇന്നു മുതൽ ഞങ്ങൾ സ്വേച്ഛാധിപതികളാണ്. നീ എന്താ അവിടെ ചെയ്യുന്നത്? പെട്ടെന്ന് ഗ്ലാസ് എഴുതി വെച്ച് തന്നെ. ഇന്നു മുതൽ നമുക്ക് അവരെ എല്ലാരും വിറപ്പിക്കണം. നീ കണ്ടോ, ഞാൻ അത്ര പാവമൊന്നുമല്ല. ഞാൻ എല്ലാരെയും വിറപ്പിക്കേണ്ട സമയത്ത് വിറപ്പിച്ചിരിക്കും. ഇന്നു മുതൽ എല്ലാരും ഞങ്ങളെ സാറെന്ന് മാഡം വിളിക്കണം. അവൻ പറഞ്ഞ കേട്ടോ, നീ പോയി പണി നോക്കുന്നു, ഞാൻ മാത്രം പണിയെടുക്കുന്നു. ഇത് നടപടിയാവുന്ന കേസല്ല. ഇത് നടപടിയാവില്ല ബിഗ് ബോസ്. എനിക്ക് എന്റെ വസ്ത്രങ്ങൾ തിരിച്ചു തരൂ ബിഗ് ബോസ്. ഇതെന്താണിത്? ചേച്ചി, എനിക്ക് ഒരേപോലത്തെ വേഷമൊക്കെ ഇട്ട് നടക്കുമ്പോ പണ്ട് സ്കൂളിൽ പോയതാ ചേച്ചി ഓർമ്മ വരുന്നത്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഇട്ടിട്ടില്ല. ഇത് കഷ്ടമായത്. ആ പടം വല്ലാതെയായി.